ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ആഗ്രഹം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടൻറ്റ് ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ആലോചിച്ചു ഞാൻ ഒരു ഫസ്റ്റ് കണ്ടൻറ്റായിട്ട് വന്നിരിക്കുകയാണ്. 2017 ഓൺവേർഡ്സ് ഹോട്ട് വീൽസ് കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞാൽ ട്രെൻഡാണ്. അത്യാവശ്യം ഒരു വൈഡ് കളക്ഷൻസ് ഹോട്ട് വീൽസും അതേപോലെ തന്നെ ഡൈകാസ്റ്റ് അതേപോലെ മാച്ച് ബോക്സ് മാജോറിറ്റി എല്ലാ കാർസും അവൈലബിൾ ആണ്. സോ എൻ്റെ കളക്ഷൻസും അത് എത്ര വേർത്താണ്, അതായത് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോയാണ്. എൻ്റെ ഇത്ര കളക്ഷൻസ് ഉണ്ടെങ്കിലും ഞാൻ എത്ര രൂപക്കാണ് ഈ ഒരു കാർസ് പർച്ചേസ് ചെയ്തിരുന്നു, അതോ എത്ര രൂപ ഞാൻ ഈ ഒരു ഡൈകാസ്റ്റ് കാർസ് വാങ്ങാനായിട്ട് സ്പെൻഡ് ചെയ്തിരുന്നു, ഇതുവരെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എൻ്റെ കളക്ഷൻസ് നോക്കാം, അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് കാർസ് നോക്കാം, നമുക്ക് എത്ര വർത്ത് മണി, അതായത് ഞാൻ എത്ര രൂപയ്ക്ക് എൻ്റെ ലൈഫിൽ ഈ ഡൈകാസ്റ്റ് കാർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും നമുക്ക് നോക്കാം. എന്തോ ഒരു കാര്യത്തിന് ലുലു പോയി കഴിഞ്ഞപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ ഇതേപോലെ കാറിൻ്റെ കണ്ടപ്പോൾ ഡൈകാസ്റ്റ് കാറിൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ എൻ്റെ ഫസ്റ്റ് കാർ പർച്ചേസ് ചെയ്തത് ഈ ബ്ലൂ ബുഗാട്ടി ചിറോൺ ആയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് MRP 100 or 120 റുപ്പീസ് ആയിരുന്നു. പക്ഷേ ഈ ഓഫറിൽ 82 or സംതിങ് 79 റുപ്പീസ് or 99 റുപ്പീസിനായിരുന്നു പണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു 2017-18 ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പർച്ചേസ് ചെയ്ത കാർസാണ് ഇത്. ആക്ച്വലി അതെല്ലാം അൺകാർഡ് ചെയ്തായിരുന്നു. അതിൽ മീൻസ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒക്കെ ഈ റേഞ്ച് റോവർ എന്ന് പറഞ്ഞ ഒരു മോഡലൊക്കെ ഫേവറേറ്റ് ആയിരുന്നു. 2 കളേഴ്സ് അവൈലബിൾ ആണ്. റെഡും അന്ന് അവിടെ ലുലു മാളിൽ അവൈലബിൾ ആയിരുന്നു, പക്ഷേ 2 എണ്ണമാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഇതിൽ കുറച്ച് മിക്സ്ഡ് കാർസും വന്നിട്ടുണ്ട്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഞാൻ അൺകാർഡ് ചെയ്ത 2-3 കാർസും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു 80 റുപ്പീസ് പെർ കാറാണ്. അപ്പോൾ 29 കാർസ് ഞാൻ ആവറേജ് പ്രൈസ് 80 റുപ്പീസാണ് ഇട്ടേക്കണത്. അപ്പോൾ ഓൾമോസ്റ്റ് 2320 റുപ്പീസാണ് ഈ അൺകാർഡ് 29 കാർസിൻ്റെ റേറ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അംബാസിഡറും അതേപോലെ തന്നെ ഈ ഒരു മസ്താങ്ങിൻ്റെ കാറുമാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇത് രണ്ടും കൂടിയും ഓൾമോസ്റ്റ് ഒരു 600 റുപ്പീസാണ് ആയേക്കണത്. പിന്നെ ഈ ഒരു കാലയളവ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഹോട്ട് വീൽസിൻ്റെ ലൈസൻസ് ക്യാൻസലായി. അങ്ങനെ അവരിങ്ങോട്ട് ഹോട്ട് വീൽസ് സപ്ലൈ ചെയ്യണതൊക്കെ നിന്നു. അങ്ങനെ ഹോട്ട് വീൽസ് കിട്ടാതെയായി. അത് കഴിഞ്ഞപ്പോൾ ഹോട്ട് വീൽസ് പിന്നെ റീസ്റ്റാർട്ടായി. അതിൻ്റെ ഇടയിൽ മീൻസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് UK കാനഡയിലേക്കുള്ള കുറച്ച് ഫ്രണ്ട്സ് അവർ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു 10 to 20 ഹോട്ട് വീൽസ് വെച്ച് എനിക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ആ ഒരു കളക്ഷൻസും അതേപോലെ തന്നെ അതൊന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു സെറ്റ് ഓഫ് ഹോട്ട് വീൽസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര ഇതുണ്ടെന്ന്. ഇതിൻ്റെ MRP എന്നത് 179 റുപ്പീസാണ്. 1 2 3 4 5 6 86 കാർസാണ് ടോട്ടൽ ഞാൻ ഈ ഒരു ലോക്കൽ സ്റ്റോഴ്സിൽ നിന്നൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്തേക്കണത്. 86 കാർസ് 179 റുപ്പീസ് എന്ന് പറയുമ്പോൾ ഏകദേശം 15,394 റുപ്പീസാണ് ആ ഒരു ലോക്കൽ സ്റ്റോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്ത കാർസിൻ്റെ ഒരു എമൗണ്ട് വരുന്നത്. പിന്നെ ഞാൻ മീൻസ് മാരേജും അതേപോലെ തന്നെ വീട് പണിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി കഴിഞ്ഞപ്പോൾ കളക്ഷൻസ് നിർത്താൻ ഒരു മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൊൽക്കത്ത അതേപോലെ തന്നെ മുംബൈ അങ്ങനെയുള്ള കുറച്ച് സെല്ലേഴ്സിൻ്റെ ഒന്നും ഞാൻ ഓൺലൈൻ ത്രൂ ബൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതാണ്, ഒരു 10 കാർസാണ് അതിൽ വന്നത്. 179 റുപ്പീസ് വെച്ചല്ല ഞാൻ അത് പർച്ചേസ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 250 റുപ്പീസ് പെർ കാറാണ് ആ ഒരു കാറിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ ആ ഒരു ലോക്കൽ സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന കാറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3000 റുപ്പീസാണ് ആ ഒരു സെറ്റ് ഓഫ് കാർസ് വന്നത്. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം കാർസാണ്. അതും ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തത്. അത് ഓൾമോസ്റ്റ് ഇതിൻ്റെ പ്രീമിയം കാർസിൻ്റെ റേറ്റ് വന്നത് 549 റുപ്പീസാണ്. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബൈക്സാണ്. ഇതും ഹോട്ട് വീൽസിൻ്റെ തന്നെ ബൈക്സാണ്. ഇത് ഈ നമ്മുടെ എറണാകുളത്ത് തന്നെ ഉള്ള ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തത് 299 റുപ്പീസ് വെച്ചാണ് രണ്ടെണ്ണത്തിന് വരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇതേപോലെ തന്നെ ഒരു ടൊയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ ഒരു കാറും അതേപോലെ തന്നെ കളർ ഷിഫ്റ്റേഴ്സിൻ്റെ നിസാൻ സ്കൈലൈനും. ഇതിൻ്റെ പ്രൈസ് വന്നത്, ഇതിന് കളർ ചേഞ്ചർ വന്നത് 399 ഇതിന് 299 ആണ് വന്നത്. ഇത് ആക്ച്വലി നമ്മൾ വാട്ടറിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കാറിൻ്റെ കളറ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് ചേഞ്ച് ആവും. ഈ ഒരു കാറ് വന്നത് ബെൻസിൻ്റെ AMG ആണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ശരിക്കും ഒരു സ്ക്രാപ്പ് ഷോപ്പിൽ നിന്നാണ്. സ്ക്രാപ്പ് ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു 100 രൂപ കിട്ടിയ കാറാണ് ഈ ഒരു AMG. ആക്ച്വലി എനിക്ക് തോന്നുന്നു റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാറാണ്, പക്ഷേ എനിക്ക് ഈ ഒരു കാർ മാത്രമായിട്ടാണ് അവിടെ നിന്ന് കിട്ടിയത്. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ നിസാൻ സ്കൈലൈനും അതേപോലെ തന്നെ നമ്മുടെ വോൾക്സ് വാഗൻ ബീറ്റിൽ അതേപോലെ തന്നെ
ഈ ഒരു കാറും നമ്മളൊരു അറിയാവുന്ന ഒരു ഇക്കാൻ്റെ കടയിൽ നിന്ന് വാങ്ങി പർച്ചേസ് ചെയ്തതാണ്. ബീറ്റിലിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 900 റുപ്പീസ്, ഇത് ഏകദേശം ഒരു 800 റുപ്പീസും, ഇത് ഏകദേശം ഒരു 400 റുപ്പീസുമാണ് അന്നായത്. പിന്നെ ഈ ഒരു കാറും അവിടെ നിന്ന് തന്നെ വാങ്ങിയത്. ഇതിൻ്റെ കാസ്റ്റിംഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കാറ് പർച്ചേസ് ചെയ്തത്. എനിക്ക് ഇങ്ങനത്തെ കാസ്റ്റിംഗ് ഉള്ള കാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനും ഓൾമോസ്റ്റ് ഒരു 400 റുപ്പീസാണ് ആയത്. പിന്നെ ജാവയുടെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവയുടെ പെറാക്ക് മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ ഞാൻ എടപ്പള്ളിയിൽ ഒരു ഷോപ്പിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നതാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 1300 റുപ്പീസാണ്. ഈ ഒരു സെറ്റ് ഓഫ് കാറ്റഗറി എന്ന് പറയുമ്പോൾ മെജോറിറ്റിയുടെ മീൻസ് ഒരു 22 ബോക്സ് ഈ ബോക്സിൽ വന്ന കാറ്റഗറിയാണ്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാസാണ് ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 250 റുപ്പീസ് പെർ കാറാണ് അന്ന് ഇതിനയക്കണത്. ഡോർസൊക്കെ ഓപ്പണബിൾ ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 മോഡൽസ് കാറാണ് ഞാൻ അന്ന് ആ ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. പിന്നെ ഉള്ളത് മെജോറിറ്റിയുടെ തന്നെ വേറെ കളക്ഷൻസ് ആണ്. ഇത് ഞാൻ ഇവിടുന്ന് ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഇതിന് ഓൾമോസ്റ്റ് 349 റുപ്പീസാണ് ആയത്. പിന്നെ ഈ ഒരു മെജോറിറ്റിയുടെ ഈ 3 കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് യു കെന്ന് വന്നതല്ല, യു കെന്ന് അവരുടെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതാണ് ഈ 3 കാസ്. ഏകദേശം അവിടുത്തെ പ്രൈസ് എനിക്ക് തോന്നുന്നത് 500 or 600 റുപ്പീസ് പെർ കാറാണ് ഇതായത്. ഇതിന് 340 റുപ്പീസും. ഈ ഒരു റേഞ്ച് റോവർ ഞാൻ കാറിന് ഇഷ്ടപ്പെടുന്നത് എനിക്ക് റേഞ്ച് റോവർ കാർസ് ഭയങ്കര ഇഷ്ടമാണ്. അതും ഓൾഡ് മോഡൽ കാർസ് ആണ് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാസ്റ്റിംഗ് എൻ്റെ കളക്ഷനിൽ എൻ്റെ വൺ ഓഫ് ദി പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇതിന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 800 or 1000 റുപ്പീസാണ് അവിടുത്തെ പ്രൈസ് ആയത്. 800 എന്തായാലും ഉണ്ട്. ഈ 2 മൂവിങ് പാർട്സിൻ്റെ മാച്ച് ബോക്സിൻ്റെ മൂവിങ് പാർട്സ് ആണ്. എനിക്ക് മാച്ച് ബോക്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സെറ്റ് ഓഫ് കാർസ് ആണ്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീസെൻ്റ് ഒരു 2 or 3 ഡേയ്സ് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് യു കെന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു സെറ്റ് ഓഫ് കാർഡ്സ് ആണിത്. എല്ലാം ഷോർട്ട് കാർഡ്സ് ആണിത്. അതിലും എല്ലാം അപാര കാസ്റ്റിംഗ് ഉള്ള കാർഡ്സ് ആണ്. ഡോട്ട് ചലഞ്ചർ, കെമറോ, ജീപ്പിൻ്റെ കാറ്, ലാൻഡ് ക്രൂസർ. ഈ ലാൻഡ് ക്രൂസർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഒരെണ്ണം എൻ്റെ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിൽ നിന്ന് വന്നപ്പോൾ എനിക്കൊരു വലിയ കാർഡ് തന്നായിരുന്നു. പക്ഷേ ലാൻഡ് ക്രൂസർ കണ്ടപ്പോൾ ഞാൻ എടുത്തോളാൻ പറഞ്ഞു. കാരണം എനിക്കൊരു കാർഡ് അൺകാർഡ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഉള്ളത് നിസാൻ GTR ആണ്. പിന്നെ ആസ്റ്റൺ മാർട്ടിൻ, ഡോഡ്ജിൻ്റെ തന്നെ വേറൊരു കാറ്. പിന്നെ ഒരു അഡാറൈറ്റുണ്ട്. ഈ ഒരു ചെറോക്കയുടെ കാറ് ഞാൻ ഒരുപാട് നാളായിട്ട് നോക്കി നടന്ന കാറാണ്. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടും കിട്ടാത്ത ഒരു കാറാണ്. ലക്ലി എനിക്ക് റെഡും കിട്ടി, അതിൻ്റെ തന്നെ ഗ്രീനും കിട്ടി. ലോട്ടറി അടിച്ച പോലെയാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്. ആഗ്രഹിച്ചപ്പോൾ 2 തന്നു. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇത്രയും കാർഡ്സിന് അവിടുത്തെ എമൗണ്ട് 2200 റുപ്പീസാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. പിന്നെ ഈ ഒരു കാർഡ് മാച്ച് ബോക്സിൻ്റെ ഒരു Fiatൻ്റെ കാറാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് സൺഡേ കോഴിക്കോട് വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു മാളിൽ പോയപ്പോൾ ക്രോസ് വേർഡിൽ നിന്ന് കിട്ടിയ ഒരു കാറാണ്. ഇതിന് 167 റുപ്പീസാണ് MRP വന്നത്. പിന്നെ വന്നത് ഈ ഒരു 5 കാർസാണ്. ഇതും എൻ്റെ ഒരു ഈ ക്യാമറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ISO ലിസ്റ്റിലുണ്ടായ കാറാണ്. ഒരുപാട് തേടി നടന്നിട്ട് കിട്ടിയ കാറാണ് ഈ ഒരു കാർ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഈ ഒരു ഡോട്ട് ചലൻ SRT ഡെമോണ് ഒട്ടുക്കൊറ്റ ലുക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്കും ഒരു അടിപൊളി സെക്സി ലുക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാറ് കാണാനായിട്ട്. എനിക്ക് ഒരിക്കൽ തന്നതാണ്. ഓൾമോസ്റ്റ് ഈ ഒരു 5 കാറിനും കൂടി ഓൾമോസ്റ്റ് ഒരു 1500 റുപ്പീസാണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു UK ഒരു ഫ്രണ്ട് മെജോറിറ്റി ഒരു 3 കാർസ് ഒന്ന് കൊടുത്തു വിട്ടായിരുന്നു ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലായിരുന്നു. ആ ഒരു ഫ്രണ്ട് ഈ ലാസ്റ്റ് മന്ത് നാട്ടിൽ വന്നപ്പോൾ തന്ന ഒരു 3 കാർസാണ് ഇത് റാൻഡംലി ഷോപ്പിങ്ങിന് പോയപ്പോൾ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്ത 3 കാർസാണ്. ഇതിൽ 2 പോർഷെ ഉണ്ട്, ഒരു ടൊയോട്ട 4Runner ഉണ്ട്. അപ്പോൾ ഇതിന് അന്ന് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1500 റുപ്പീസാണ് ഈ ഒരു 3 കാറിനും കൂടി ഞാൻ കൊടുത്തത്. പിന്നെ ഒരു ലോങ് സെറ്റ് ഉണ്ട് എൻ്റെ അടുത്ത്. അത് എൻ്റെ ഒരു സ്കൂൾ മേറ്റ് തന്നെയാണ്, തസ്നി എന്നാണ് ആളുടെ പേര്. ആള് എനിക്ക് ഒരുപാട് ഹോട്ട് വീൽസ് തന്നിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് എനിക്കൊരു 50 കാർസ് എനിക്ക് ഇന്ത്യൻ റുപ്പി 5000 റുപ്പീസിനും അതേപോലെ തന്നെ 2 പ്രാവശ്യമായിട്ടാണ് തന്നേക്കണത്. 2 അല്ല,
4 പ്രാവശ്യമായിട്ടാണ് തന്നേക്കണം. ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ആൾ ഡയറക്റ്റ് തന്നു, ഒരു പ്രാവശ്യം ഫ്രണ്ടിൻ്റെ കൊടുത്തു വിട്ടു, വേറൊരു പ്രാവശ്യം ഫ്രണ്ടിൻ്റെ കൊടുത്തു. ഇനിയും ഓൾമോസ്റ്റ് ഒരു 20-25 കാസ് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ട് കാനഡയിൽ ഇരിക്കേണ്ടത്. ആരെങ്കിലും വരുമ്പോൾ കൊടുത്തു വിടാനാണ് നിൽക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ കാനഡ യൂഷ്വലി ഹോട്ട് വീൽസിൻ്റെ കാര്യത്തിൽ നല്ല ചീപ്പാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ കാനഡയിൽ നിന്ന് ഒരുപാട് കാസ് പർച്ചേസ് ചെയ്യാറുണ്ട്. അതിൽ മാച്ച് ബോക്സ് ഇൻക്ലൂഡഡ് ആണ്, പോർഷേഴ്സ് ഉണ്ട്. അതിൽ നിന്നാണ് എനിക്ക് ഫസ്റ്റ് ലാൻഡ് ക്രൂസർ ഡിഫൻഡർ കിട്ടിയത്. ഇത് ഒരുപാട് തേടി നടന്നിട്ടുള്ള കാറാണ്. ഞാൻ സ്ക്രീനിൽ ഇനി പെൻഡിങ് ഉള്ളത് കാസിൻ്റെ ഫോട്ടോസും ഞാൻ സ്ക്രീനിൽ വെക്കാം. അതിലും ഒരു ലാൻഡ് ക്രൂസർ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 30-35 കാസ് നിലവിൽ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഒരു 20 കാസ് ആളുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ ഏകദേശം ആയേക്കണത് അവിടെ ഇരിക്കണ കാറും എല്ലാം കൂടി ആയേക്കണത് ഏകദേശം ഒരു 9,000 or 10,000 റുപ്പീസാണ്. നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 10,000 ഇടുക. ഈ 2 കാറും എൻ്റെ ഫ്രണ്ട് തന്നതാണ് കാനഡയിൽ നിന്ന്. ഞാൻ നേരത്തെ ഒരു സെറ്റ് ഓഫ് കാസ് കാണിച്ചായിരുന്നു, ആൾ തന്നെയാണ് ഇത് തന്നത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം കാസാണ്. നെക്സ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേറൊരു ഫ്രണ്ട് കാനഡയിൽ നിന്ന് തന്നെ വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു കാസ്റ്റിംഗ് ആണ്. അതെല്ലാം അടിപൊളി കാസ്റ്റിംഗ് ആണ്. ഓഡി, അതേപോലെ തന്നെ റേഞ്ച് റോവർ. ഈ റേഞ്ച് റോവർ ഞാൻ പറഞ്ഞു 2017 എനിക്ക് 2 കാർ കിട്ടിയായിരുന്നു. പക്ഷെ അത് ഞാൻ അൺകാർഡ് ചെയ്തുകൊണ്ട് എനിക്ക് കാർഡ് വേർഷൻസ് ഒരെണ്ണം വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് നാളായിട്ട് തേടി വരുന്നൊരു കാറാണ് റേഞ്ച് റോവറിൻ്റെ ഈ ഒരു കാറ്. പിന്നെ ആ ഒരു സെറ്റിൽ വന്നതാണ് ഒരു ഫോർഡിൻ്റെ ബ്രോങ്കോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കളറും നല്ലൊരു കാസ്റ്റിങ്ങുമാണ്. പിന്നെ പോർഷെ ഉണ്ട്, അതേപോലെ തന്നെ നിസാൻ സിൽവിയൻ്റെ നല്ലൊരു കാസ്റ്റിംഗ് ഉണ്ട്. ഈ ഒരു കാറിന് എല്ലാം കൂടി അവിടുത്തെ ഓൾമോസ്റ്റ് ഒരു $35 ആയേക്കണത്. അതായത് ഏകദേശം ഒരു 2,500 റുപ്പീസ് അപ്രോക്സിമേറ്റ്ലി കൂട്ടാം. സെയിം ആൾ തന്നെ നെക്സ്റ്റ് മന്തോ ജനുവരിയിലോ എന്തോ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് ആൾ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കാറ് ഓൾമോസ്റ്റ് ഒരു 32 കാസ് ഞാൻ ആളുടെ ഇപ്പോൾ നിലവിൽ പർച്ചേസ് ചെയ്ത് വാങ്ങി കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും നാട്ടിൽ വരുമ്പോൾ കിട്ടും. അതിൻ്റെ ഏതൊക്കെ കാസാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഫോട്ടോ പ്ലേസ് ചെയ്തേക്കാം ഏതൊക്കെ കാർസാണെന്ന്. ആ ഒരു ഡീലെന്ന് പറഞ്ഞാലും ഏകദേശം ഒരു 3,000 റുപ്പീസിൻ്റെ ഡീലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കാനഡയിൽ നിന്ന് പൊതുവേ നല്ല ചീപ്പായിട്ട് എനിക്ക് കാർസ് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം കാനഡയിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്ത് കാർസ് പർച്ചേസ് ചെയ്യാറുണ്ട്. ഇതും ഹോട്ട് വീൽസിൻ്റെ ഒരു ഫ്ലൈയിങ് കസ്റ്റംസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ഏത് ഇയർ ആണെന്ന് അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് സെയിം കാനഡയിൽ നിന്ന് വന്നപ്പോൾ ആൾ എനിക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും എന്തോ വാങ്ങിയതാണ്. ഇതും ഓൾമോസ്റ്റ് ഒരു 4 കൂടിയും 2,000 റുപ്പീസായി. ഫ്ലിപ്കാർട്ട് സൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് കുറച്ചും കൂടി റേറ്റ് കൂടിയത്. ഇതിൽ നല്ല കാസ്റ്റിങ്സ് ഒക്കെ ഉണ്ട്. കോപ്പോ ക്യാമറ ഉണ്ട്, സ്കൈലൈൻ ഉണ്ട്, അതുപോലെ ചെവിയുടെ ഒരു കാറുണ്ട്. അപ്പോൾ ഈ 4 കാറാണ് ആൾ എനിക്ക് കൊണ്ടുവന്ന് തന്നത്. ഈ 3 കാറിൽ ഇതും ഈ 2 കാറ് ഇതേപോലെ ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്നും, ഇത് ഞാൻ പോത്തീസിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു കാസ്റ്റിങ്ങോ കളറോ, ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ജീപ്പ് മോഡൽ കാസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തോ ഇഷ്ടം തോന്നിയപ്പോൾ വാങ്ങിയതാണ്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 500 റുപ്പീസും. ഇത് രണ്ടും ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് 900ഉം ഇതിന് 300 റുപ്പീസുമാണ് ആയത്. ഇതിൽ ഈ പോർഷേൻ്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാസ്റ്റിംഗ് കണ്ടോ, നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല കാറാണ്. നല്ല മീൻസ് ബാക്കിൽ GT3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല മീൻസ് ഓപ്പണബിൾ ഡോഴ്സ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി കാസ്റ്റിംഗ് വന്ന കാറാണ്. പിന്നെ നെക്സ്റ്റ് വന്നത് ജുറാസിക് വേൾഡിൻ്റെ മാച്ച് ബോക്സിൻ്റെ 2 കാസ്റ്റിംഗ് ആണ്. എനിക്ക് ജീപ്പ് മറ്റേ മോഡൽ കാസ് ഞാൻ ഇഷ്ടപ്പെടുന്ന നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വാട്സപ്പിൽ എന്തോ ഒരു സെയിൽ വന്നപ്പോൾ ഇത് 2 കൂടി വാങ്ങിയതാണ്. ഓൾമോസ്റ്റ് ഒരു ഡെലിവറി ചാർജ് എല്ലാം കൂടിയും കൂട്ടി ഓൾമോസ്റ്റ് ഒരു 1,000 റുപ്പീസ് ഈ 2 കാറിനുമായി. പിന്നെ വന്നത് ഹോട്ട് വീൽസിൻ്റെ ഒരു സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്പ് സീരീസിൻ്റെ കോപ്പോ ക്യാമറ തന്നെയാണ്. ഞാനത് നേരത്തെ പറഞ്ഞായിരുന്നു. ഈ 2 കാറ്, അതായത് മാച്ച് ബോക്സിൻ്റെ ഈ 2 മൂവിങ് പാർട്സ് തന്ന എൻ്റെ ഒരു സ്കൂളിൽ പഠിച്ച ഒരു ജൂനിയർ ആൾ തന്നെയാണ് എനിക്ക് ഈ ഒരു കാർ തന്നത്. ഇതിനും ഓൾമോസ്റ്റ് ഒരു 400 റുപ്പീസ് അടുത്തായിരുന്നു. നെക്സ്റ്റ് വന്നത് ഒരു സെറ്റാണ്. ഇതും ഞാനൊരു സപ്ലയറിൻ്റെ നിന്ന് കൊൽക്കട്ടയെന്നോ എവിടെ നിന്നോ എടുത്തതാണ്. ഇത് 90 സ്ട്രീറ്റ് സീൻ്റെ ഒരു 5 സെറ്റാണ്. 5 സെറ്റ് കാസാണ്. ഇതും ഓൾമോസ്റ്റ് എനിക്ക് MRP വന്നത് 299 ആണെങ്കിലും എനിക്കൊരു 1000 ഡെലിവറി ചാർജ് എല്ലാം കൂടിയും കൂട്ടി ഓൾമോസ്റ്റ് ഒരു 1,800 റുപ്പീസിന് കിട്ടിയായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലാൻസറായിരുന്നു. അടിപൊളി കാസ്റ്റിംഗ് ആണ്, നല്ല കാറുമാണ്. പക്ഷേ നോർമൽ ഹോട്ട് വീൽസിൻ്റെയിലും കുറച്ച് കട്ടി കുറവുള്ള പോലെ എനിക്ക് ഈ ഒരു കാർസിന് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ കാസ്റ്റിങ്ങും കാർഡൊക്കെ നല്ല രസമുള്ള കാർഡാണ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി സീൽഡ്, അതായത് 2023 ഫാക്ടറി സീൽസിൻ്റെ കുറച്ച് സെറ്റാണ്. അത് എനിക്ക് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്.
ഇതും നൈസ് കാസ്റ്റിംഗ് ആണ്, എല്ലാം ഫാക്ടറി സീൽഡ് അല്ല, പക്ഷേ നിസാൻ പാട്രോള് വൺ ഓഫ് മൈ ഫേവറേറ്റ്, അതും ഫാക്ടറി സീൽഡ് ഇത് തന്നെ കിട്ടി. നേരത്തെ കണ്ട ജീപ്പ് വാഗനിയർ ഫാക്ടറി സീൽഡ് തന്നെയാണ്. അതേപോലെ തന്നെ ഈ കാറ് റാം റെബൽ, ഇത് ട്രഷർ ഹണ്ടാണ്. പിന്നെ ഈ ഫാക്ടറി സീൽഡിൽ വന്ന ഒരു 2 ട്രഷർ ഹണ്ടാണ്. ഒന്ന് ജീപ്പ് ചെറോക്കിയും ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, ഒരു ഗ്രീൻ ആൻഡ് റെഡ് ചെറോക്കീസ് എൻ്റെ ഫ്രണ്ട് UK നിന്ന് വന്നപ്പോൾ തന്നത്. സെയിം തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ട്രഷർ ഹണ്ട് മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് രണ്ടും എനിക്ക് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് ട്രഷർ ഹണ്ട് മോഡൽസ് ആണ്, ഇത് കിട്ടി. അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഇതേപോലെ തന്നെ ഈ ഒരു കാസും. ഇത് എല്ലാം കൂടിയും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓരോ കാറിനും ഒരു 400 റുപ്പീസ് വെച്ചായിരുന്നു. 350-400 റുപ്പീസ്, അപ്രോക്സിമേറ്റ്ലി 400 ഇട്ടേനേന 2 4 5 6 7 8 9 10 കാർസ് ഉണ്ട്. അപ്പോൾ ഒരു 4000 റുപ്പീസ് ടോട്ടലായി. പിന്നെ ഈ ഒരു അൺകാർഡ് വേർഷൻസിൽ എനിക്ക് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാർസ് ഞാൻ അൺകാർഡ് ചെയ്തായിരുന്നു. ഓൾഡ് കാർസ് കൂടാതെ അതിലുള്ളതാണ് സുബാറു, അതേപോലെ തന്നെ BMW, ഇത് മസ്ഡ മിയാട്ട, പോഷെ, അതേപോലെ തന്നെ ഇത് കോർവെറ്റയുടെ ഏതൊരു വേറൊരു ബ്രാൻഡിൻ്റെ കാറായിരുന്നു. അങ്ങനെ മീൻസ് ഒരു 5 കാർസ്, അത് 179 റുപ്പീസ് വെച്ചായിരുന്നു ആയത്. അതിൽ ഈ ഒരു കാറ് എനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ വൈഫ് ഗിഫ്റ്റ് ചെയ്തതാണ്. ഹോട്ട് വീൽസ് കളക്ഷൻ ആയതുകൊണ്ട് ആൾക്ക് മീൻസ് ആ സപ്ലൈ ഒക്കെ കുറവുള്ള സമയത്തായിരുന്നു. അപ്പോൾ ആൾക്ക് ഹോട്ട് വീൽസ് ഇഷ്ടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഈ ഒരു സുബാറു എനിക്ക് ആൾ ഗിഫ്റ്റ് ചെയ്ത കാറാണ്. പിന്നെ വന്നത് ഈ ഒരു കാർസാണ്. ഇത് എല്ലാം ഓൾമോസ്റ്റ് ഒരു 200-250 റുപ്പീസാണ് ഈ ഒരു 4 സെറ്റ് ഓഫ് കാർസിന് ആയേക്കണത്. അപ്പോൾ 250 ആവറേജ് ഇട്ട് കഴിഞ്ഞാൽ 1000 റുപ്പീസാണ് ആ ഒരു 4 കാർസിന് ആയത്. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. ഇത് മൂന്നും കൂടിയും ഓൾമോസ്റ്റ് ഒരു 1000 റുപ്പീസ് ആയിരുന്നു. ഒരു 300-400-300 റേഞ്ച് പ്രൈസ് റേഞ്ചാണ് ഇതിനും വന്നത്. ഇത് കൂടാതെ ഒരു സെറ്റ് ഓഫ് കാർസ് ഓൾമോസ്റ്റ് ഒരു 10 കാർസാണ് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. AKS ആണോ അതോ 2025 QKസിലെ കാർസാണോ, ഒരു 10 കാർസ് ഓൾറെഡി കൊറിയറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനും ഓൾമോസ്റ്റ് ഒരു 250 റുപ്പീസ് വെച്ചായിരുന്നു. ഏകദേശം ഒരു 2500 റുപ്പീസാണ് അതിന് സ്പെൻഡ് ചെയ്തേക്കുന്നത്. അത് ഏതൊക്കെ കാർസാണെന്ന് ഞാൻ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഫിയേറ്റിൻ്റെ 2 കാറ്, പിന്നെ അതേപോലെ തന്നെ സെൻറ്റീൻ്റെ ഒരു സ്വിഫ്റ്റ് കാറ്, പിന്നെ സെൻറ്റീൻ്റെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ലൈസൻസ്ഡ് വേർഷൻ ഒരു ബൈക്കും ഉണ്ട്. ആ ഒരു 4 ഇതും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫറിൽ 50% ഓഫും എനിക്ക് ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ കിട്ടി. ഓൾമോസ്റ്റ് അതും 1100 റുപ്പീസാണ് ഈ 4 ഇതും കൂടി വാങ്ങിയത്. എനിക്ക് തോന്നുന്നു 900 റുപ്പീസ് സംതിങ്ങോ 800 റുപ്പീസ് സംതിങ്ങോ സെൻറ്റിയുടെ റോയൽ എൻഫീൽഡ് ബൈക്കിന് മാത്രമുണ്ട്. പക്ഷേ എനിക്ക് എല്ലാം കൂടിയും 4 ഇതും കൂടിയും കിട്ടിയത് 1100 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു കാറ് ഞാൻ ഫ്രിസ്ബിന്ന് ഓഫറിൽ റിമോട്ട് കൺട്രോൾ കാറാണ്. മീൻസ് അത്യാവശ്യം നല്ല കാറാണ്. ഓഫറിൽ എനിക്ക് തോന്നുന്നു 750 പെർ കാറ് വെച്ചാണ് 2 കാറ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഒന്ന് ഇതും അതേപോലെ തന്നെ സെക്കൻഡ് കാറ് ഈ ഒരു കാറാണ്. അത്യാവശ്യം നല്ല RC മോഡൽ കാറാണ് ഇത് രണ്ടും കൂടി ഞാൻ വാങ്ങിയത് 1600 റുപ്പീസോ 1500 റുപ്പീസിന് എന്തോ ആണ്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ അറിയാം ഓൾമോസ്റ്റ് ഒരു 75,000-80,000 റുപ്പീസിൻ്റെ ഡൈക്കാസ് കാർസാണ് ഇപ്പോൾ എൻ്റെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു കൊറോണയുടെ സമയത്തൊക്കെ ചെറിയൊരു ബ്രേക്ക് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ഒരു 1.2 അല്ലെങ്കിൽ 1.5 ലാക്സിൻ്റെ അടുത്ത് ഹോട്ട് വീൽസ് എൻ്റെ കയ്യിൽ ഇരുന്നേനെ. അപ്പോൾ ഇതാണ് എൻ്റെ വൈറ്റ് കളക്ഷൻസ് ഓഫ് ഹോട്ട് വീൽസ് എന്ന് പറയുന്നത്. മേ ബി നിങ്ങളുടെ അടുത്ത് ഇതിലും വലിയ ഹോട്ട് വീൽസ് കളക്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ചിലവരുടെ കയ്യിൽ സ്റ്റാർട്ടിങ് ആയിരിക്കും, ചിലവർക്ക് ഇതിലും കുറവായിരിക്കും. എൻ്റെ കളക്ഷൻസ് ഇത്രയാണ്. പക്ഷേ ഹോട്ട് വീൽസ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഡൈകാസ്റ്റ് കാർ വാങ്ങുമ്പോൾ മനസ്സിലൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. പുതിയ കാസ്റ്റിംഗ് കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ കാസ് വാങ്ങുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഡൈകാസ്റ്റ് കാർ ഇഷ്ടപ്പെടുന്നവരും കളക്ട് ചെയ്യുന്നവർക്കും ഹാപ്പി കളക്ടിങ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മുകളിൽ കാണാൻ ബെല്ലൈക്കൺ നൈസായിട്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ അടിപൊളി.